2 തിമോഥെയോസ് 3-ൽ അന്ത്യനാളുകളെ വിശേഷിപ്പിക്കുന്ന വെല്ലുവിളികളെയും ധാർമ്മിക തകർച്ചയെയും കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആളുകൾ എങ്ങനെ സ്വസ്നേഹികളും അത്യാഗ്രഹികളും പൊങ്ങച്ചക്കാരും അനുസരണക്കേടുള്ളവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ആയിരിക്കുമെന്ന് അദ്ദേഹം വിവരിക്കുന്നു. അത്തരം വ്യക്തികൾ സത്യത്തെ എതിർക്കുമെന്ന് പൗലോസ് ഊന്നിപ്പറയുന്നു, ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി നിഷേധിക്കും. മറ്റുള്ളവരെ വഞ്ചിക്കുകയും സ്വയം വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ അത്തരം ആളുകളെ ഒഴിവാക്കാൻ തിമോത്തിയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. തുടർന്ന് പൗലോസ് ഈ ദുഷ്ടവ്യക്തികളെ പൗലോസിന്റെ പഠിപ്പിക്കൽ, പെരുമാറ്റം, ഉദ്ദേശ്യം, വിശ്വാസം, ക്ഷമ, സ്നേഹം, സ്ഥിരോത്സാഹം എന്നിവ പിന്തുടരുന്നതിൽ ഉറച്ചുനിന്ന തിമോത്തിയുമായി താരതമ്യം ചെയ്യുന്നു. ക്രിസ്തുവിൽ ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പീഡനം അനിവാര്യമാണെന്ന് അദ്ദേഹം തിമോത്തിയെ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും ദുഷ്ടന്മാർ കൂടുതൽ മോശമായി പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് വഞ്ചനയ്ക്കെതിരെ ഉറച്ചുനിൽക്കാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. തിരുവെഴുത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രഖ്യാപനത്തോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷയ്ക്കായി തന്നെ ജ്ഞാനിയാക്കാൻ കഴിവുള്ള വിശുദ്ധ തിരുവെഴുത്തുകൾ തനിക്ക് അറിയാമെന്ന് പൗലോസ് തിമോത്തിയെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിശ്വസ്തമാണെന്നും പഠിപ്പിക്കുന്നതിനും ശാസിക്കുന്നതിനും തിരുത്തുന്നതിനും നീതിയിൽ പരിശീലനം നൽകുന്നതിനും ഉപയോഗപ്രദമാണെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ഇത് ദൈവജനം എല്ലാ നല്ല പ്രവൃത്തികൾക്കും പൂർണ്ണമായും സജ്ജരാണെന്ന് ഉറപ്പാക്കുന്നു. സാരാംശത്തിൽ, ധാർമ്മിക അധപതനത്തിനിടയിലും ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്താൻ ഈ അധ്യായം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും നീതിനിഷ്ഠമായ ജീവിതം നയിക്കാൻ വിശ്വാസികളെ നയിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും തിരുവെഴുത്തിന്റെ പര്യാപ്തത ഇത് എടുത്തുകാണിക്കുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.